ഹലോ ഫ്രണ്ട്സ്, മഴക്കാലമൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും പൊതുവേ കണ്ടുവരുന്നൊരു പ്രശ്നമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും, ഈ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലായിട്ട്, അതായത് ഈ ഒരു ക്യാമറയുടെ ലെൻസിലായിട്ട് ഒരു ഫോഗ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ക്യാമറയുടെ ലെൻസിലും സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു ക്യാമറയുടെ ലെൻസിലും ഉണ്ട്. ഈ ക്യാമറ വർക്ക് ചെയ്യണ സമയത്ത് ക്യാമറ എന്തായാലും ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് ആവുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ കാറിലൊക്കെ നമ്മൾ നല്ല മഴയുള്ളൊരു സമയത്ത് നമ്മൾ AC ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് ഗ്ലാസ്സിലൊക്കെ നല്ലപോലെ ഫോഗ് പിടിക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ക്യാമറ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്യാമറ നല്ലപോലെ ഹീറ്റ് ആവും. അപ്പോൾ പുറത്തുള്ള എയർ നല്ല തണുപ്പുള്ള ഹ്യൂമിഡിറ്റി ഉള്ള എയർ ആവുന്ന സമയത്ത് ഉള്ളിൽ നല്ല ചൂടുള്ള വായു ആകുമ്പോഴത്തേക്കും ഈ വരുന്ന ഈ ഗ്ലാസ്സിൽ നല്ലപോലെ ഫോഗ് പിടിക്കും. അപ്പോൾ ഇത് പുറത്തല്ല, നമുക്കിത് തുടച്ചു കഴിഞ്ഞ് ഒരിക്കലും ഇതൊന്നും പോവുകയല്ല, ഇതിൻ്റെ ഉള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാ ക്യാമറകളുടെ ഉള്ളിലൊരു സിലിക്ക ജെല്ലുണ്ട്. അപ്പോൾ എത്ര വിലയുള്ള ക്യാമറയാണെങ്കിലും അതിൻ്റെ ഉള്ളിലെല്ലാം ഒരു സിലിക്ക ജെല്ല് അവർ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സിലിക്ക ജെല്ല് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു ക്യാമറയിൽ ഉണ്ടാകുന്ന ഈ ഫോഗിനെ വലിച്ചെടുത്തോളും. പക്ഷേ ക്യാമറയ്ക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം, ആ ഒരു സിലിക്ക ജെല്ലിൻ്റെ ക്വാളിറ്റിയും അതിനോടൊപ്പം തന്നെ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ക്യാമറ എന്തായാലും ഇതേപോലെ തന്നെ ഒരു ഫോഗ് വരും. അപ്പോൾ ഈ ഒരു ക്യാമറ നമുക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിക്കോളും. വളരെ കുറഞ്ഞ കോസ്റ്റിൽ നമുക്കത് സർവീസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ക്യാമറ അഴിക്കാനും അതുപോലെ തന്നെ സർവീസ് ചെയ്യാനും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിലിക്ക ജെല്ല് ആമസോണിലൊക്കെ വളരെ കുറഞ്ഞ റേറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഈ ക്യാമറ അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു സിലിക്ക ജെൽ ഉണ്ട്, അതെടുത്ത് മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഈ ക്യാമറ വെതർ പ്രൂഫ് ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ്, അതായത് IP66 ആണ്, IP67 ആണെന്നൊക്കെ പറഞ്ഞാണ് കമ്പനീസ് ഈ ക്യാമറകളെല്ലാം പുറത്തിറക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്കാർക്കും യാതൊരു ഉത്തരവില്ല. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഇഷ്യൂസ് വരാം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ രണ്ട് ക്യാമറകൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലർക്കും റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അന്തരീക്ഷമൊക്കെ വളരെയധികം തണുത്ത് ഹ്യൂമിഡിറ്റിയൊക്കെ ഭയങ്കര കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ടല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ, അത് നല്ല വെയിലൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പോകും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.